നമ്മൾ ഇന്ന് ഇച്ചിരി ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി എരിവുള്ള സ്പൈസി ഉള്ള സാധനമാണ്. ഇനി വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരു കുറച്ച് ചിക്കൻ വേണം. ഇതിപ്പോൾ ബോൺലെസ് എടുത്തേക്കുന്നത്, നാടൻ കോഴി ആന്നേലും നല്ലതാട്ടോ. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി കടുക്, സവാള, ചെറിയ ഉള്ളി ആന്നേൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ പുളിക്കാൻ ഇച്ചിരി പ്രയാസമാന്നേൽ സവാള എടുത്തു. ചെറിയ ഉള്ളിക്ക് ഏറ്റവും കൂടുതൽ രുചിയേ. പിന്നെ വേണ്ടിയ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇച്ചിരി പച്ചമുളക്, കുറച്ച് ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി. ഇതെന്നതാണോ ഇച്ചിരി കാന്താരി ചതച്ചതാണ്, ടൊമാറ്റോ ഒരെണ്ണം, ഇഞ്ചി ചതച്ചത്, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല, പിന്നെ കുരുമുളക് പൊടിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ചതച്ചെടുത്തേച്ചാൽ മതി, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ. ഇത്രയും സാധനം നമുക്ക് വേണ്ടത്. ഇത് എന്നാന്നറിയോ, വെളിച്ചെണ്ണ ചെയ്യുന്ന ഏറ്റവും നല്ല സ്വാദ്. ഇനിയിപ്പോൾ അതല്ല വെളിച്ചെണ്ണ ചെയ്യാൻ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഡോക്ടറോ ചിലരോട് പറയുവാന്നേൽ അതേ ചെയ്യണ്ട. നമ്മുടെ വെജിറ്റബിൾ ഓയിൽ എന്നതാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്താച്ചാൽ മതി. പക്ഷേ ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ടുണ്ടല്ലോ ഇത് വെളിച്ചെണ്ണ ചെയ്യുന്ന ഏറ്റവും നല്ലത്. അതിന് ആ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു ഇറച്ചിക്കറിയോ എന്നതേലും വെക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളം അങ്ങോട്ട് ഒഴിക്കാതെ ഇറച്ചിയിൽ നിന്ന് ഊർന്ന വെള്ളം തന്നെ എടുക്കുവാന്നേലാ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ തീയിൽ അടച്ചിടുവാന്നേലാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി എന്നാ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ഒരു 4 ടീസ്പൂൺ വെച്ചോ. ഈ 4 ടീസ്പൂൺ എണ്ണ എന്നൊന്നും പറയാൻ എനിക്കറിയാൻ മേല. ഇത്രയും ഉള്ളി ഒന്ന് വാടാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു ഇച്ചിരി നമ്മൾ എണ്ണ ഒഴിക്കുകയല്ലേ, ആ ഒരു എണ്ണയുടെ കണക്കങ്ങ് ഒഴിച്ചേച്ചാൽ മതി. പിന്നെ എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആണ്. എണ്ണ ഒരുപാട് എന്താ പറയുക, വെളിച്ചെണ്ണ, തേങ്ങ ഇതൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ബോഡിക്കകത്ത് ചെല്ലുവാന്നേൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടും എന്നാണ് ഏറ്റവും പറയുന്നത്. ഈ പറഞ്ഞ പോലെ എന്നാ ചെയ്യാനല്ലേ, വെളിച്ചെണ്ണയിലും തേങ്ങയിലും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ച് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വാദ് എന്നായാലും ഒരു പൊതിച്ചോറിലൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ പോലും വേറെ ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സ്വാദോടുകൂടി കഴിച്ച വ്യക്തികളായതുകൊണ്ട് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ഈ തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ ഉള്ളി പോകുമ്പോഴത്തേനും ഒത്തിരി ട്രൈഗ്ലിസറൈഡ്സ് കൂടുമെന്ന് പറയും. ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ എണ്ണമയമായി പറയുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് കൂടി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്, ഹാർട്ടിന് കുഴപ്പമെന്നൊക്കെ പറയും. ഇതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമുക്ക് എന്തായാലും ഏതൊരു ഭക്ഷണവും സ്വാദോടുകൂടി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പോൾ എന്നാ ചെയ്യണം, എണ്ണ ചൂടായി. ഒരു മിനിറ്റ്, ഞാൻ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആ കാര്യവും ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ പറയുകയും വേണം. ഇച്ചിരി കടുക് അങ്ങോട്ടിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഉള്ളി, കടുക് എണ്ണയിലിട്ടേച്ച് ഇളക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമായിരിക്കും. പക്ഷെ എന്നാ ചെയ്യാനാണ്, അതെന്നാ ചെയ്തതെന്നറിയാവോ, എണ്ണ ഒരു ഇച്ചിരി സൈഡിലോട്ടാന്നേ, അന്നേരം അതിനെ അങ്ങോട്ട് ചേർത്ത് വിട്ടത്, അല്ലാതെ എന്നെ അങ്ങനെ കുറ്റം പറയരുത്. പക്ഷെ എനിക്കും തോന്നി കടുക് ഇട്ടേച്ച് ഇളക്കുന്ന ഏക വ്യക്തി ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ ഉള്ളി, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളി ആന്നേൽ അത് ഉള്ളിയുടെ കൂടെ ഒരു ഇച്ചിരി ഉപ്പ്. ഇനി ഇതിവിടെ കിടന്ന് മൂക്കട്ടെ. നമ്മൾ പറഞ്ഞ കാര്യം നിർത്തി തീർന്നില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വായ്ക്ക് രുചിയായിട്ട് എല്ലാവരും കഴിച്ച് ശീലിച്ച വ്യക്തികളാണ്. പക്ഷെ കൊതിയില്ലാത്ത ഒരു ആളും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ പറഞ്ഞ പോലെ അതും കൊതി വന്നു കഴിഞ്ഞാൽ രുചിയോടെ ഭക്ഷണം കഴിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. വിശപ്പിൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് കിട്ടിയാലും ഭഗവാനെ കഴിച്ചോളാം എന്ന് മാത്രം നമ്മൾ പറയുന്നത്, അല്ല നിർബന്ധം ഒന്നും നമ്മൾ വിശപ്പിൻ്റെ മുമ്പിൽ നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതെല്ലാം കൊണ്ടും സ്വാദോടെ കഴിക്കുമ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വേണം നമുക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ എന്നാ പറ്റും, ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്, ഇന്നതെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഒരു പ്രായം കഴിയുമ്പോൾ ഇതെല്ലാം ദേഹത്തോട്ട് വന്ന് കൂടും. ഇത് മാറാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട്. ചെമ്പരത്തിയില്ലേ, നാടൻ ചെമ്പരത്തി, അതിൻ്റെ മൊട്ടെടുക്കുക. നാടൻ ചെമ്പരത്തിയുടെ മൊട്ടെടുത്തേച്ച് നമ്മൾ ദിവസവും വീട്ടിൽ ചോറുണ്ടാക്കുമ്പോഴത്തേക്ക് വാർക്കുമ്പം കഞ്ഞിവെള്ളം തെളിഞ്ഞു നിൽക്കും.
അപ്പോൾ ആ തെളിഞ്ഞ വെള്ളം എടുത്തേച്ച് ഒരു ഹാഫ് ഗ്ലാസ് തെളിഞ്ഞ വെള്ളം എടുത്തേച്ച് ഈ ചെമ്പരത്തിയുടെ മോട്ടുണ്ടല്ലോ ഒരു 6 എണ്ണം എടുക്കുക. 6 എണ്ണം എടുത്തേച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ ഞെരടി ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ചേർക്കണം. ഇത് തന്നെ ആലോചിക്കുമ്പോൾ നിങ്ങൾ പറയും അയ്യോ ഇതെന്ത് ചെമ്പരത്തി മോട്ട് ഒന്നാമതേ മറ്റേ ഇങ്ങനെ എന്നാ പറയുക ഒരു കിഴുകിഴാന്നിരിക്കുന്ന ഒരു സാധനമാണ്, അതെങ്ങനെ തിന്നാൻ നോക്കുമെന്നേ. പക്ഷേ അതൊരു ടേസ്റ്റ്ലെസ് ആണ്. വേണേൽ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു ഇച്ചിരി ഉപ്പിടാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് 6 മുട്ട വീതം 6 ദിവസം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ് ഒരുപാട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവും. ഇത് ഞാൻ അത് ചെയ്തിട്ടുണ്ട്, കാര്യം എനിക്ക് ട്രൈഗ്ലിസറൈഡ്സ് ഒരുപാട് കൂടുതലായിരുന്നു. ചെമ്പരത്തി എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദോഷവും ചെയ്യുന്ന ഒരു സാധനമല്ല അല്ലേ. അപ്പം നമ്മളെല്ലാം ചെയ്യണം, ഇതൊന്ന് ട്രൈ ചെയ്യുക. ആദ്യം ചെമ്പരത്തി മോട്ടൊന്ന് കഴിക്കുക, അപ്പോൾ നമ്മുടെ ദേഹത്തെ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ നല്ലോണം പോവും. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യാൻ പോകുന്നത്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. അതായത് നമ്മൾ 1 കിലോ ചിക്കൻ ആണെങ്കിൽ 1.5 വീതമാണ്. എപ്പോഴും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇഞ്ചി ഇച്ചിരി കുറച്ചാൽ നല്ലതാണ്. വെളുത്തുള്ളി ഒരു പൊടിക്ക് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇഞ്ചി കുറയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളക് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ കാന്താരി ചേർക്കുന്ന, അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. എരിവ് അഥവാ ഇച്ചിരി നല്ലോണം കഴിക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ എരിവ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടോ, ഇഷ്ടമുള്ളവർക്കാണെന്നേലും ഇടാം കേട്ടോ. അതിനകത്ത് പിന്നെ നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട്, അന്നേരം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര എരിവായി പോകല്ലേ. ഇതിനകത്തോട്ട് ഇച്ചിരി ടൊമാറ്റോ ഇടാൻ ഇഷ്ടമല്ലാത്തവർ എന്നാ ചെയ്യണമെന്നറിയോ, കുറച്ച് വിനാഗിരി ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി നാരങ്ങാനീര് ഒഴിക്കാം, ഇല്ലേ ഇച്ചിരി തൈര് ഒഴിക്കാം. ഇതിലെല്ലാത്തിനേക്കാട്ടിലും നല്ലത് ഞാൻ പറയുന്നത് തക്കാളി ഡയറക്റ്റ്, അതൊരു പുളിയല്ലേ, അപ്പോൾ അതങ്ങ് നേരിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. സപ്പോസ് നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും പണി ചെയ്യുന്ന ഒരു അടുക്കളയിൽ ചിലപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കണ്ടില്ലെന്നിരിക്കും, അത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് തക്കാളി ഇല്ലേൽ വിനാഗിരി നാരങ്ങ ഇങ്ങനത്തെ തൈരയിലും കാണുകയല്ലേ, അതെങ്കിലും ചെയ്താൽ. ഈ ടൊമാറ്റോ വാടാനായിട്ട് ഒരിച്ചിരി സമയം എടുക്കും. അപ്പോൾ എന്നാ ചെയ്യണം, നമുക്ക് ചേർക്കാനുള്ള പൊടി ഇച്ചിരി ചേർത്തോണേ. ആദ്യം ചേർക്കാനുള്ളത് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടെ ഇട്ടേച്ച് ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിൻ്റെ കൂട്ടത്തിലാന്നു ഞാൻ കുറച്ച് കാന്താരി ചതച്ചതും കൂടി ഇടാൻ പോകുന്നത്. നല്ല എരിവായിരിക്കും. ഇതൊരിച്ചിരി ഒന്ന് എന്നാ പറയുക ഗ്രേവി പോലെ ആവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഇതെല്ലാം എരിവുള്ള കൂട്ടത്തിലുള്ളതാണ് നമ്മളെല്ലാം ഇടുന്നത്. കുറച്ച് ഗരം മസാല. അതുകൊണ്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റും, അതായത് കാന്താരി, പച്ചമുളക്, കുരുമുളക്, ഇതെല്ലാം ചേർക്കുമ്പം എരിവ് നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. പക്ഷേ ഇത് നല്ല സ്പൈസിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിയും അപ്പവും ഒക്കെ കഴിക്കാനായിട്ട് നല്ല സാധനം. നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ ഒരിച്ചിരി തിക്കായി വരുന്നുണ്ടേ, അതിനകത്തോട്ട് ഞാൻ ഈ ചിക്കൻ അങ്ങ് ഇടുക. ഈ ഗ്രേവി ഒന്ന് നല്ലതായിട്ട് ചിക്കനെ പിടിക്കുവാന്നേലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നേരത്തെ ഉള്ളി വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ, എന്നാലും ഇറച്ചി ഇടുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടേ, ഇച്ചിരി കൂടി.
നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേർത്തു. അതായത് മല്ലിപ്പൊടി ചേർത്തു, ഗരം മസാല ചേർത്തു, പെരിഞ്ജീരകം ചേർത്തു, കുരുമുളക്, കാന്താരി, പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിന് എന്നതേലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്വാദ് നോക്കി വെച്ച് ബാക്കി എന്നാന്ന് വെച്ചാൽ ചേർത്തോ, ഒരു കുഴപ്പമില്ല. കാന്താരിയുടെ എരിവാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഇതേണ്ട ബാക്കി കാന്താരി ചാച്ചത് ഇരിപ്പുണ്ട്, അതിടാം. പക്ഷേ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴത്തേനും ഒത്തിരി എരിവ് കൊടുക്കുകയെന്നേലും വർത്താനൊന്നും പറയാൻ നോക്കില്ല, ഏത് നേരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവേ. അതുകൊണ്ട് ഞാനധികം കൂട്ടുന്നില്ല, ഒരു ഇച്ചിരി കുറച്ചാണ് ഇട്ടേക്കുന്നത്. പക്ഷേ നമ്മുടെ കാന്താരിയുടെ ടേസ്റ്റ് ഇതിനകത്ത് നല്ലോണം വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ വെള്ളത്തിൽ നിന്നും ഊറുന്നതാണ്, അതായത് ചിക്കനിൽ നിന്നും ഊറുന്ന വെള്ളത്തിൽ നിന്നും ചിക്കൻ വെന്ത് മുരിഞ്ഞ് വരുന്നതിനാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അതിനേക്കാട്ടിലും ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് വരുന്നതെന്നാണെന്നറിയാവോ? നമ്മളൊരു ഇച്ചിരി തേങ്ങാപ്പാലിനകത്ത് വേവുകയാന്നേലോ. ചുരുക്കം പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള സകല സാധനവും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ ചേർത്താലും ആനി എല്ലാവരുടെയും ആരോഗ്യവും കൂടെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ കാന്താരി ചേർത്തേക്കുന്നത്. കാന്താരി ചേർത്തുണ്ടാക്കുന്ന ഒരു ചിക്കനായത്. അപ്പോൾ ഇപ്പം എന്നാ ചെയ്തേ, കുറച്ചുകൂടെ ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള സാധനവും കൂടെ ഞാൻ ചേർത്തു. അതേതാന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ.